ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കുറച്ച് കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം കുറച്ച് തിരക്കായി പോയിട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പം ഇനി തൊട്ട് എനിക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇനിയും ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു വെക്കേഷൻ ജേണി, ക്രാഫ്റ്റ് ജേണി പോലെ ഇടണം എന്ന്. അപ്പോൾ ഇത് ക്രാഫ്റ്റ് ജേണി പാർട്ട് 1 ആണ് കേട്ടോ ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു A4 ഷീറ്റിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട സൈസിൽ അളവിൽ നിങ്ങൾക്ക് ആ ഒരു A4 ഷീറ്റിൻ്റെ പീസ് എടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള അളവിൽ. സോ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഞാൻ ഒട്ടിക്കുകയാണ് കേട്ടോ ഗൈസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ A4 ഷീറ്റ് മാത്രമാക്കിയിട്ട് ചെയ്യുമ്പോൾ അതൊരു തിൻ ലെയർ പോലെ ആലോ, അപ്പോൾ വലിയ കട്ടി ഉണ്ടാവില്ലേ ബുക്ക് മാർക്കിന്. അപ്പോൾ ഇവിടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഈ ഒരു A4 ഷീറ്റിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിട്ടുള്ള സൈസിലുള്ള കാർഡ്ബോർഡ് പീസാണ് കേട്ടോ ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലും കൂടി ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കാവേ. അതിൻ്റെ ബാക്കിലും കൂടി ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ A4 ഷീറ്റിൻ്റെ ബാക്കിൽ ഒട്ടിക്കുകയാണ് കേട്ടോ ഗൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കുമ്പോൾ ഞാൻ സെൻറ്റർ പോർഷനിലായിട്ടാണ് കേട്ടോ ഗൈസ് ഒട്ടിക്കുന്നത്. കറക്റ്റ് ആ ഒരു സൈസല്ല, അതിനേക്കാൾ കുറച്ച് കുഞ്ഞ് സൈസാണ് കാർഡ്ബോർഡ്. എന്നിട്ട് അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതേ കണ്ടില്ലേ, സെൻറ്ററിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അവിടെ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഓഫ് എന്താ പറയുക, A4 ഷീറ്റിൻ്റെ ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോഴായിരിക്കും അതിന് കുറച്ചുകൂടി ബലം കിട്ടുക. പിന്നെ കാണാനും അതായിരിക്കും ഭംഗി. പിന്നെ ഇത് ചെയ്യണേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം എഴുതി കൊടുക്കാം, ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ഇത് ചെയ്യണേക്കാൾ മുന്നേ A4 ഷീറ്റിൽ ഈ ഒരു ബോയിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് വരച്ച് കട്ട് ചെയ്ത് കളർ ചെയ്തൊക്കെ എടുക്കാവേ. പിന്നെ ഞാനിവിടെ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബോല് പശ തേച്ചിട്ട് ഇതുമ്പോൾ ഒട്ടിക്കാണ് കേട്ടോ. നിങ്ങളെടുക്കുന്ന പിക്ചർ എവിടെ ഈ ബുക്ക് മാർക്കിൻ്റെ എവിടെ ഒട്ടിച്ചാലാണ് ഭംഗി എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഒട്ടിക്കുക കേട്ടോ. ഞാനിതിപ്പോൾ മുകളിലായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴത്ത് ബാക്കിയുള്ള സ്പേസിൽ എന്തെങ്കിലുമൊക്കെ എഴുതി ഫില്ല് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഒരു കോട്ട് എഴുതിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബോയിൻ്റെ ബാക്കിൽ ഗ്ലൂ ആക്കിയിട്ട് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് കമൻറ്റ് ഇടണേ ഗൈസ്. ചില വീഡിയോസ് ഞാൻ ഇടുമ്പോൾ കമൻറ്റ് ബോക്സ് ഓണെന്ന് സെറ്റിങ്സിൽ കമൻറ്റ് ബോക്സ് ഓണെന്ന് കൊടുക്കുമെങ്കിലും കമൻറ്റ് ബോക്സ് ഓഫായിട്ടാണ് ഗൈസ് എടുക്കുന്നത്. ആദ്യം ഇട്ടിരുന്ന 2-3 ഷോർട്സിന് മാത്രമാണ് ആകെ കൂടി കമൻറ്റ് ബോക്സ് ഓൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന ക്രാഫ്റ്റ് വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് ആ വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ഇടും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാൻ ബോ ഒക്കെ അവിടെ ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ എഴുതി കൊടുക്കുന്ന കോട്ട് നത്തിങ് വിൽ വർക്ക്സ് അൺലെസ് യു ഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം എഴുതി കൊടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒരു ബോ കമൻറ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ പറയാൻ മറക്കരുതേ. സോ ലൈക്ക് ഇടാതെ ആരും പോകരുത് ഗൈസ്, പ്ലീസ്. അപ്പോൾ ബൈ ബൈ.